ഹലോ അസ്സാം വലൈക്കും. കയ്യിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പീൻ്റെ വീഡിയോ ആയിട്ടാട്ടോ അന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പൊടികളൊക്കെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഇത്തിരി ഗരം മസാല, അതേപോലെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളകും ചെറിയ ജീരകവും അതൊക്കെ ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത്. അതേപോലെ ചെറിയ ചിക്കന് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ, എയർ ഫ്രയറിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ട്. പിന്നെ നമുക്ക് കൈ കിട്ടിയ പൊടികളൊക്കെ ഇടാം കേട്ടോ. പിന്നെ ചെറുനാരങ്ങൻ്റെ നീരോ അല്ലെങ്കിൽ സുർക്കൻ്റെ നീരോ രണ്ടിലേതെങ്കിലും, പിന്നെ ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഇത്രയാണ് കേട്ടോ അതിലിട്ടിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം വേറെ ഓയിലൊന്നും നമ്മളിതിൽ ചേർക്കണില്ലല്ലോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് മസാല ചിക്കൻ മേൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എത്രത്തോളം നേരം വെക്കുന്നോ അത്രയും മസാല ഇതിൽ പിടിച്ചോളൂ കേട്ടോ. ഞാനൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത്യാവശ്യം മസാല ഒക്കെ പിടിച്ചതിന് ശേഷമാണ് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ എണ്ണ ചേർക്കാൻ മറന്നു പോയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതേ റെസിപ്പി തന്നെ നമുക്ക് ഓവനിലും ചെയ്യാം കേട്ടോ. പിന്നെ എയർ ഫ്രയറിൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു 5-10 മിനിറ്റ് ഒരു 180 ഡിഗ്രിയിൽ ഇട്ട് വന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എയർ ഫ്രയറിന്റെ ബേസിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കണം. ഞാനൊരു 25 to 30 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ വെച്ചതാണ് കേട്ടോ. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. മറിച്ചിട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഓരോ എയർ ഫ്രയറിനനുസരിച്ച് സമയം ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലാണ്ട് തന്നെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. പിന്നെ ആ ബേസിൽ വെക്കണ വെള്ളമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ നീരാവി വരുന്നിട്ട് ആണ് ഇതിന്റെ ഉള്ളിലൊക്കെ വന്നിട്ട് നല്ല ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ നോർമലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടോ ഇതില്. അപ്പൊ ഭയങ്കര ഉണങ്ങി പിടിച്ചിട്ട് ചിക്കൻ ഒരു വികാരം ഇല്ലാതെ ഇരുന്നിട്ട് കിട്ടിയത്. അപ്പൊ ഇങ്ങനെ അടിയിൽ വെള്ളം വെക്കുന്നത് കൊണ്ട് നല്ല ഉള്ളൊക്കെ വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുമെന്ന്. അതാണ് യൂട്യൂബിൽ ഇട്ടത്. അപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.